കൂടാണ്ട് അനിയത്തിനെ കാണണം എന്നെല്ലാം കുറേ പേര് ഇങ്ങനെ കമൻസിൽ അറിയിക്കുന്നുണ്ട്, നമ്മ കാണുന്നുണ്ട്. അതെ, അപ്പോൾ ഇതാ നമ്മളെ ചേനലെടുത്തിട്ട് നമ്മ തിരിച്ച് അങ്ങോട്ട് പോലായി. വസന്തമ്മേ കണ്ടാ കൊറേ ചേന കിട്ടി. അപ്പൊ ചേനപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ലതാ, എന്തോ ഒരു സ്പെഷ്യല് സൂര്യനെ പരിയുണ്ട്. അപ്പൊ അമ്മ വൈവിധ്യങ്ങളുടെ കലവറ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ശരിക്കും വർത്താനം പറയാൻ കിട്ടാണ്ട് നമ്മളെ പോലെ പറയാൻ പറ്റാതെ അവര് ദുബായിലും ബോംബെയിലെല്ലാം ഉണ്ടായി മലയാളം ഇവിടെ വന്നേ പിന്നെ മലയാളം പഠിച്ചു. ഹലോ ഹായ് അമ്മ. രാവിലെ തന്നെ എന്നാന്ന് പരിപാടി? രാവിലെ തന്നെ കൊറേ കോയക്ക നമുക്ക് കൊറേ നാളായി ഇപ്പൊ കോയക്ക കിട്ടാത്തത്. ഇപ്പം ടീമ് മഴ പെയ്തിട്ടാണ് എല്ലാം പിടിച്ചിട്ട് കാണുന്നുണ്ട്. വലിയ കോവക്ക പിടിച്ചിട്ടുണ്ട്. കോയക്ക കോവക്ക കോവക്ക നമ്മളെ കോയക്കയാന്ന് കേട്ടാ. നമ്മളിവിടെ കോയക്ക പറയുന്നത്. അപ്പൊ വലിയ കോയക്ക തന്നെ അല്ലേ? അപ്പോൾ മുന്നേ നട്ടതാന്നേ, പിന്നെ അതിനെ നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും നല്ലോണം പിടിച്ചുകൊണ്ടുണ്ടായിന്. ഇപ്പം മഴ പെയ്യുമ്പം വീണ്ടും ഇതാ തേത്തിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പഴുത്തിട്ട് പോയി. ആ ചുവപ്പ് കാണുന്നതെല്ലാം പഴുത്ത് പോയതാണ്. അതെല്ലാം പക്ഷി കൊത്തി തിന്ന് കഴിഞ്ഞു. മുകളിലുണ്ടാവും തോന്നല്ലേ വള്ളി? നമുക്ക് ഈ വള്ളി വലിച്ചിട്ട് എന്ന് നിങ്ങൾ പറഞ്ഞ പെരേൻ്റെ ഇന്നത്തെ കയറ്റാനാ? നമുക്ക് ഇവിടെ തന്നെ പറിക്കാലോ അല്ലേ? അപ്പോൾ നമുക്കിതാ ഇത്രയും കോയക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വറവിനില്ലേ കോയക്ക ആയല്ലോ അമ്മ? നല്ല പക്ഷികൾ തിന്നും. അപ്പം ഇങ്ങനത്തെല്ലാം സാധനം ഉണ്ടാവുന്നത് കുറേ എല്ലാം അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മാത്രമല്ല, പേരക്കയായാലും മാങ്ങ ആയാലും ഫലം പഴുത്ത് കഴിഞ്ഞാൽ കുറേ അവർക്കും തിന്നണം, കുറേ നമുക്കും. ഹായ്. അപ്പോൾ നമുക്കിതാ കുറച്ച് നല്ല കോയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കുറേ നാളായി കേട്ടോ നമ്മൾ നോക്കാത്ത. അപ്പോൾ ഇന്നിങ്ങനെ നോക്കുമ്പോണ്ട് ഇവിടെ കുറച്ചിങ്ങനെ ഇട്ട വഴിയുള്ള സ്ഥലമാണ്. വള്ളി ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ടായി ഇങ്ങനെ കൊലകൊലയായിട്ട് കോയൊക്കെ പിടിച്ചിട്ട്. അപ്പം ഒരു വറവിനില്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അമ്മ എന്ന് സംഭവം നമ്മൾ രണ്ടാളും മാച്ചാന്നല്ല? ഞാനും ഇന്നലെ കുളിച്ചിട്ടിട്ടിയാന്ന്. രാവിലെ ഇന്ന് അമ്മ വന്നിട്ട് ഇപ്പം വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അത് രണ്ടാളും മാച്ചാക്കിയിട്ട് നമ്മ 20K സബ്സ്ക്രൈബേഴ്സ് ആയാലോ അമ്മ മാക്സി ഇട്ടിട്ടുണ്ടായിന് ഷേപ്പെല്ലാം ആക്കിയിട്ട്. അപ്പോൾ അമ്മ എനിക്ക് പിറന്നാളിനും ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അമ്മ അതേപോലത്തെ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് നമ്മ രണ്ടാളും ഇന്ന് മാച്ചായി. പിന്നെ വേറെ എന്തുണ്ട്? എൻ്റെ മേത്തെല്ലാം മറ്റേ അരി അരച്ചതിൻ്റെ ഇതെല്ലാം ഉണ്ട്. കാരപ്പത്തിൻ്റെ ഓർഡർ. അതെ, ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു 200 കാരപ്പത്തിനല്ലേ 200 കാരപ്പത്തിന് ഓർഡർ ഉണ്ട്. അപ്പം വിഷുവിന് നമ്മ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കിനി. അപ്പം നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വിഷുവിന് 17 കിലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിനി പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തിന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിനി വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെയെല്ലാം കേൾക്കുമ്പം. അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇത് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മ ആക്കിക്കൊടുത്ത കാണിച്ചു തരുന്ന റെസിപ്പി നിങ്ങൾക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നെയ്യപ്പത്തിൻ്റെയും റെസിപ്പി കുറേ ആയി ഞാൻ തപ്പി നോക്കുന്നു, പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളത് കണ്ട് നാളേക്ക് 100 നെയ്യപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതുപോലെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം പറഞ്ഞിട്ട് വേറെയും കമൻസ് ഉണ്ടായിനി. അതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, നമ്മ ഇതിങ്ങനെ കണ്ടുകൊണ്ട് അവർക്കും ഒരു സ്വയം തൊഴിൽ പോലെ ആയില്ലേ, അതല്ല ഒരു ജീവിതത്തിന്റെ ഒരു മാർഗം പോലെ ആകുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെ. നമുക്കും അങ്ങനെ ചെറിയ ഓർഡർ നമുക്കും വരുന്നുണ്ട് ഇടക്കിടക്കല്ലോ. എല്ലാ ദിവസം ഞാൻ പണിക്ക് പോകും തന്നെ. പിന്നെ അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ പറഞ്ഞാൽ കുറച്ച് നമ്മളെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇന്ന് നമുക്ക് ചേനയെല്ലാം കിളക്കാനുണ്ട്, കിളക്കേണ്ട സമയമെല്ലാം ആയിട്ടുണ്ട്. ചേനപ്പൂ ഇപ്പോൾ 2 പറിച്ചു, ഇനി 3ാമത്തെ ഒന്നും കൂടി പറിക്കാനുണ്ട്. അത് കളച്ച് വെച്ചിട്ട് ഇനി മുറിക്കുമെല്ലാം വേണം. ഇനി ആദ്യം നടണമെങ്കിൽ ഒന്ന് നമ്മ ഇതിൻ്റെ ഇടക്ക് പറിച്ചിട്ട് മസാലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. അന്നേ കളച്ച് വെക്കണ്ടേന്ന് കുമ്പത്തില് എല്ലാം പെയ്ത് ഓരോ പണിയായി അങ്ങനെ വന്നിട്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മ ചേനപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മ പറഞ്ഞിട്ടുണ്ട് 2 കൂടി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നായത് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്കിന്ന് ചേനപ്പൂ തോരൻ വെച്ചാൽ വറവ് എന്നാ പറയല് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാന്ന് എല്ലാവരും പറയുന്നുണ്ട് ചേനപ്പൂനെ കൊണ്ട് വറവ് ഉണ്ടാക്കിയാൽ. അപ്പം നമുക്കിന്ന് ചേനപ്പൂ വറവും കൂടി പറ്റിയെങ്കിൽ ആ കൂട്ടത്തിലൊന്നും ഉണ്ടാക്കാം. വൈകുന്നേരത്തേക്ക് കാരപ്പത്തിൻ്റെ ഓർഡറും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ. കൂടാണ്ട് അനിയത്തിനെ കാണണം എന്നെല്ലാം കുറേ പേര് ഇങ്ങനെ കമൻസിൽ അറിയിക്കുന്നുണ്ട്, നമ്മ കാണുന്നുണ്ട്. അതേപോലെ അച്ഛനെ നമ്മ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അതാ അച്ഛനും അനിയത്തിക്കും വീഡിയോയിൽ വരാനുള്ള മടിയാണ് അവർക്ക്. അങ്ങനെ പിന്നെ വരും, പിന്നെ തീരെ വരൂല. നിങ്ങൾ എടുത്താൽ ഞാൻ ഇതിലൊന്നും വരുന്നില്ല, അങ്ങനെ
പറയും. അതിപ്പോൾ ഓക്ക് അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്ത, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മളെ വീഡിയോയിലും ഇടയ്ക്ക് പറഞ്ഞാലും എടുത്തരും ആക്കെല്ലാം ചെയ്യും. പിന്നെ നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ വലിയ വലിയ ഓർഡർ ഉണ്ടാകുമ്പോൾ എല്ലാം സഹായിക്കാനും എല്ലാത്തിനും ഒപ്പം ഉണ്ടാവലുണ്ട്. അപ്പോൾ കാണിക്കയില്ലാന്നേ ഇല്ലൂ കേട്ടാ. അപ്പോൾ അങ്ങനെയാണ് പത്തല് ചൂടുമ്പോഴല്ലോ ഞാൻ പരത്തുമ്പോൾ ഗ്യാസ് ചൂടുന്നുണ്ട്, അപ്പുറത്ത് ചൂടുന്നുണ്ട്. അതെ, അങ്ങനെയാണ്. അപ്പം ഇനി ഭാവിയിലെങ്ങാനും വരുമോന്നറിയില്ല. വരുന്നുണ്ടെങ്കിൽ സന്തോഷമായില്ല നമുക്ക്. പക്ഷെ ഇപ്പൊ ഓക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്ത. എന്നാ അറിയില്ല, ഓരോരാളെ ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് എന്നാ പിന്നെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴയത്ത് കുറേ ചീരത്തൈ മുളച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അമ്മ. അപ്പം അതെല്ലാം ചാക്കിൽ നട്ടുകൊടുക്കുകയാണ്. നമ്മളെ മുന്നേത്തെ ചീരിയെല്ലാം നമ്മ വറവാക്കിയിട്ട് തീർന്നു. അതെല്ലാം മുറിച്ചു കൊടുത്തിട്ട് ഇപ്പൊ കുറ്റി തേക്കല്ലേ, കുറ്റി വന്ന് തേക്കുന്നുണ്ട്. 2 ചാക്കിൽ നട്ടു, 1 ചാക്കിൽ തൈട 2 ചാക്കിൽ നട്ടിട്ടുണ്ട്. 1 ചാക്കിൽ ഇപ്പോൾ തണലിന് വെച്ചു, മറ്റൊരു തണലിന് വെക്കണം. അപ്പം നട്ടാൽ നനച്ചു കൊടുക്കണം. നട്ടപ്പാൽ അത് വാടിപ്പോവും. നമുക്ക് മഴക്കാലത്തേക്ക് ചീര വേണ്ടേ? ചക്കക്കുരും ചീരിയും ഉപ്പേരിയും ആക്കുന്ന കാണിക്കാണ്ട് ഇതുവരെ കാണിച്ചിട്ടല്ല. നമ്മ വറുത്തിട്ട് തിന്നതേ ഇല്ല, വീഡിയോയില് കാണിച്ചിട്ട്. ഒരു ദിവസം ഉണ്ടാക്കിനില്ലേ, എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട ഞാൻ ഉണ്ടാക്കിനിരുന്ന്. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇനി ഇതെല്ലാം വലുതാകുമ്പോൾ നമുക്ക് കപ്പപ്പറങ്ങി നിറച്ചും പൂത്തിട്ടുണ്ട്, അതും പിടിക്കട്ട്. അപ്പോൾ നമുക്ക് ചീരയും ചക്കക്കുരും ഉപ്പേരിയൊക്കെ എന്നെല്ലാം കാണിക്കാം. എന്താ പഴുത്ത മാങ്ങ, നമ്മളെ മാങ്ങയെല്ലാം പഴുക്കാൻ തുടങ്ങി. നല്ല മധുരം, പക്ഷെ മഴ പെയ്താൽ ഇത്ര മധുരം ഉണ്ടാവില്ല. ഇപ്പം നല്ല മധുരമുണ്ട്. ഇവിടൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയില്ലേ, എന്നാലും അത് ചാറി നല്ല പെരുമഴയത്ത് മധുരം കുറയും അല്ലേ. മധുരം കുറയും. പെരക്കാക്കണം നമുക്കൊരു ദിവസം. മാങ്ങ പെരക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും കുരുമുളക് ഇട്ടിട്ട് തിന്ന് നോക്കാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമുക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് തിന്ന് നോക്കാം. മുളക് പൊടി ഇട്ടിട്ട് തിന്നുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ട് തിന്നാലും നല്ല ടേസ്റ്റാണെന്ന് അമ്മ പറഞ്ഞു. അപ്പം കുരുമുളക് പൊടി ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കട്ടെ നോക്ക്. രസമുണ്ട്. എനിക്ക് ഇതിനെക്കാളും പെറുങ്ങാൻ തിന്ന ഇഷ്ടം. പഴുത്താങ്ങ പുളിയുണ്ട് മധുരമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മ ചേനപ്പൂ മസാല കറി വെക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിന് അത് ഇതുവരെ കണ്ടിട്ടാണ്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ചേനപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മ കാണിച്ചിട്ടുണ്ടായിന് വലിയ കൊട പോലത്തെ ചേന. ഞാനും അമ്മയും നിന്നിട്ട് തന്നെ നമ്മളെക്കാളും ഉണ്ട് ചേന. അപ്പോൾ അതിൻ്റേതാണ് ചേനപ്പൂ. അത് കളക്കാതുകൊണ്ട് വിരിഞ്ഞതല്ലേ ചേനപ്പൂ. അപ്പോൾ ഈ കൊല്ലം ഇത് കളക്കുന്നുണ്ട്. കളച്ചിട്ട് ഇപ്പോൾ മുറിച്ചിട്ട് ഇനിയിപ്പോൾ ആദ്യം നടണം. അപ്പോൾ ആദ്യം ചേനപ്പ് മുറിച്ചെടുക്കാം. നമുക്ക് ഓൾറെഡി ഒന്ന് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അതിനെക്കൊണ്ട് നമുക്കിന്ന് ഉപ്പേരി വെക്കാം. ഇത് പിന്നെ നമുക്ക് മസാലക്കറി വെക്കാമേ. എനിക്ക് മസാലക്കറി നല്ല ഇഷ്ടമായി ഒന്ന് വെച്ചിട്ട്. അല്ലെ പിന്നെ ഈ 2 മുറിച്ചിട്ടിട്ട് ഉപ്പേരി വെക്കണം അല്ലേ, 2 കൂടി. ഇത് കുറച്ച് ചെറുതാണല്ലേ, അന്ന് കിട്ടിയത് ഇതിനേക്കാളും വലുതല്ലുണ്ടായിന്. വലുതാണ്, 2ഉം വലുതാണ് ഉണ്ടായിന്. ഇത് ചേന വലുതാണ്. ഇതിന് ഒരു മുള ഇതിൽ കൂടി വരുന്നുണ്ട് കണ്ടോ. അതും പൂ വിരിയുവോ? പൂ വിരിയോന്ന് അറിയില്ല, ചിലപ്പോൾ ചെറിയ പൂ വിരിയുമായിരിക്കും. അപ്പോൾ നമ്മ ഇത് ഏതായാലും പൂവൊന്നും പിയ്യാൻ കാത്തിക്കുന്നില്ല, ഇന്ന് കളക്കാൻ പോവുകയെന്ന്. ചേന വിളവെടുപ്പ് കളക്കണ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് മണ്ണ് കുറച്ച് ഇളകിയിട്ടുണ്ടാവും നമ്മ. ഞാൻ കളിച്ചേരണ ചേനൻ്റെ ഷേപ്പ് പോവുക ഞാൻ കളിച്ചാൽ. അപ്പം ദൂരത്തെ വേണം ചേന കളക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ നല്ല റൗണ്ട് ആക്കുന്നുണ്ടല്ലോ, ഇത്രയും വലിയ ചേനയായിരിക്കുവാ. അതെ അതെ, എൻ്റെ പ്രതീക്ഷയിൽ വലിയ ചേനയായിരിക്കാനാണ് ചാൻസ്. എന്താ വെച്ചാൽ അതിൻ്റെ ഇതില്ലേ ഇലയെല്ലാം വന്നത് കാണുമ്പോൾ വലിയ ചേന ആവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ചേന കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വലുതായിരിക്കും, വലിയ ചേന തന്നെ കേട്ടാ.
ഏറ്റവും വെള്ളം വേരല്ലേ. ഓഹോ, ഒരു ചെറുതും ഉണ്ടല്ലോ അമ്മ. ഇതാ നേരത്തെ തെക്കുന്നുണ്ട് പറഞ്ഞതിൻ്റെ. ഇവിടെ രസം കൊത്തുകൊണ്ടിട്ടുണ്ട്. എന്നാലും അമ്മ നല്ല വിദഗ്ധമായിട്ട് കളച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ഇതെല്ലാം അതിൻ്റെ ചെറിയ ഇങ്ങനെ വിത്ത് പൊട്ടിയിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നത്. ഇത് അതിൻ്റെ കുറച്ച് വലുത്, കുറച്ച് വലുത്. ഇതാ വലുത്. മുമ്പല്ല ഇതിനേക്കാളും വലുതുണ്ടാവില്ല അമ്മ. ഇനിയുണ്ടാ ഒരാളങ്ങന്ന് മെല്ലെ നടന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. അമ്മ നമ്മ ചേന കളക്കിയ നമ്മ ചേന കളക്കുന്നു. ചേനപ്പൂ ആദ്യമേ കിട്ടി. കൈക്കോട്ട് കൊണ്ട് ഒച്ച കേൾക്കുന്നുണ്ട് അല്ലേ? എന്നിട്ട് അങ്ങ് വന്നിന്. അല്ല ഞാൻ ചോദിച്ചത് ഒച്ച കേട്ടിട്ടാണോ വന്നിന് ചോദിക്കും. ചേനപ്പൂ ആദ്യം കിട്ടിയിട്ടുണ്ടമ്മ. നമുക്കിന്ന് ഉപ്പേരിയാക്കാം. അതെ, ഒന്നും കൂടി ഉണ്ട്. അന്ന് കറി വെച്ചിട്ടേ ഇപ്പൊ വേറൊന്നും കൂടി കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടി നമുക്ക് നല്ല ഉപ്പേരിയാക്കാം. ഉപ്പേരി വെച്ചാലും നല്ല രസം ഉണ്ടാവൂല്ലോ. ഈ വെയിലത്തില് എടുക്കണപ്പാ. ഈടെ അങ്ങനെ വെയിലില്ല. പേരൻ്റെ എല്ലാം തണലുണ്ട്. ചേന പക്ഷെ ഇതിന്റെ തണ്ടുള്ളത്ര ഇനി ചേന ഇല്ല, അത്രയില്ല. ഞാൻ ഇതിനെക്കാളും പ്രതീക്ഷിച്ചിന്. അമ്മ വിലക്കിടിലും ചേന കിട്ടിയിട്ടുണ്ട് കേട്ടാ. ലേഖമ്മ നട്ടതാണ്. അമ്മ ഇനി അപ്പുറത്തുനിന്നും കൂടി കളക്കാനുണ്ട്. അത്ര അതും കൂടി കളിച്ചിട്ട് വരട്ടെ കേട്ടാ. അപ്പൊ ഇവിടെയും കൂടി ചേന ഉണ്ടായിനി, അതും കൂടി നമുക്ക് ഇന്ന് കളക്കാം. തൈൻ്റെ മറ്റിലാണ് അല്ല അമ്മ? സൈഡിലേക്കൂടെ ഇത് മോശമില്ല അല്ല, അത്യാവശ്യം വലിയ ചേന തന്നെ. അടിപൊളിയമ്മ. അതിൻ്റെ ഇട്ടാണ് ഇപ്പം പറഞ്ഞു പോയത്. അങ്ങനെ ചേന വിളവെടുത്തു. ഇനി കളക്കാനുണ്ടാ? ഒന്നും കൂടി ഉണ്ട് ഇതല്ലേ. ഇതെങ്ങനെ മനസ്സിലാവല് ചേന? ഇത് അതിൻ്റെ ഇതെല്ലാം പോയി കഴിഞ്ഞാല്, തണ്ടെല്ലാം പോയി കഴിഞ്ഞാല് നമ്മ ചേനപ്പൂ മുറിച്ചത്. ചിലവര് കല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കും. പിന്നെ അതിന്റെ ഇത് പോയ സ്ഥലം ഉണ്ടാവും. എന്നിട്ട് ഒരു വടിയോടെ കുത്തി വെച്ചാൽ മതി ആ ഒട്ടൻ്റെ അടുത്ത്. അതെ, ഇവിടെ ഇപ്പം പോയത് കാണുന്നുണ്ടല്ലേ, കുഴി കാണുന്നുണ്ട്. ഇതാ മത്തൻ്റെ വള്ളി ഉണ്ട് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ പിടിച്ച് അങ്ങോട്ടാക്കിയാൽ കൊത്തു. വാ ഇങ്ങോട്ട് വാ, കൊത്തു കൊള്ളണ്ട മത്തൻ വള്ളി വരൂ. അങ്ങോട്ട് പോയിക്കോട്ടാ. ഇതിനൊരു കുഞ്ഞി മത്തം പിടിക്കുന്നുണ്ട്. ഒരു ചോട്ട ഉമ്മണി. മൂന്നാമത്തെ ചേന വെല്ലാമേ. അയ്യൻ്റെ അമ്മ, കൊത്തും കൊണ്ടുട്ടാ. കൊത്തുകൊണ്ട് പോയല്ലേ എൻ്റെ അമ്മേ. വലുതാ വലുതാ. അടി കൊത്തുണ്ട്. ഒരു കുഞ്ഞിച്ചേന സൂപ്പർ അമ്മ. ഇത് കുഞ്ഞിച്ചേന, അത് വലുത്. വെണ്ണീരാന്നല്ല അതിന് കൂടുതൽ ഇട്ട് കൊടുക്കല് ചേനക്ക്. അപ്പോൾ ഒന്നിതാ ഒന്നപ്പുറം ഉണ്ട് കേട്ടോ. ആദ്യം കളിച്ചത് അടി കൊത്തു കൊണ്ടുപോയല്ലേ. ഏതായാലും പീടികയിലൊന്നും കൊടുക്കുന്നില്ലല്ലോ, നമ്മളാവശ്യത്തിനല്ലേ. ഇനി ഇത് മുറിച്ച് നടും വേണം അല്ലേ. ഇതെല്ലാം 4 കഷ്ണാക്കി എങ്ങനെ നടലമ്മ? കുമ്പത്തിലേക്ക് കളിച്ചിട്ട് ഇങ്ങനെ തുരന്ന് വെക്കണം. ഈ മുളച്ച് വരുന്ന സ്ഥലം എടാ ഈ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ എന്നിട്ട് കമിച്ച് വെക്കണം ചാണകത്തിൽ നോക്കിയിട്ട്. എന്നാൽ പിന്നെ ഇതിനെല്ലാം ഇപ്പുറത്തെല്ലാം മുള വരും ഇങ്ങനെ. അപ്പം അതിന് കണക്കായിട്ട് മുറിച്ച് നമുക്ക് നടാം. ഇതിപ്പോൾ നടാം. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് ചാണകത്തിൽ മുറിച്ചിട്ട് മുള വന്നിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ ചാണകത്തിൽ ഇത് അതിൻ്റെ വിത്താണ്. വിത്താ മുള ഇങ്ങനെ സ്ഥലത്തെല്ലാം ഇങ്ങനെ വരും. ഇതിനിപ്പോൾ എന്നാ വേണ്ട? ഇതിനി നമുക്ക് മുറിക്കണം. മുറിച്ചിട്ട് ചാണകത്തിൽ മുക്കിയിട്ട് വെയിൽ നോക്കണം. 2-3 ദിവസം വെച്ചിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് നടാം. എല്ലാം നടുന്നുണ്ട്, അല്ല കറി വെക്കാൻ എടുക്കുന്നുണ്ട്. മുറിച്ചതിൻ്റെ ബാക്കി കഷ്ണം നമുക്ക് കറി വെക്കാൻ എടുക്കാം. അപ്പോൾ മൂന്നാമത് കളിച്ചാണ് കേട്ടോ. കുറച്ചും കൂടി വലുത് കാനും കൊണ്ട് തോന്നില്ല നല്ലോണം. കാനുകൊണ്ട് ഇത് കുറച്ച് ചെറുത്. ചെറുത് പറഞ്ഞാൽ
5-6 കിലോ ഉണ്ടാവും. അത് ഇത് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. 5-8 കിലോ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ ചേനയിലെടുത്തിട്ട് നമ്മ തിരിച്ച് അങ്ങോട്ട് പോലായി. വസന്തമ്മേ കണ്ട കൊറേ ചേന കിട്ടി. ലോകുവിന് കുശുമ്പ് പിടിക്കാൻ കൊടുക്കാൻ ഇത് ഭയങ്കര കനമുണ്ട് കേട്ടാ മോനെ. ചൊറിയും ചെയ്യും ചേന. അവന് കുഞ്ഞി ചേന പിടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് നടുക്കേ മുറിച്ചിട്ടാ നടത്. എങ്ങനെയുണ്ട് ചേന വിളവെടുപ്പ്? അപ്പൊ നമ്മളെ ചേന വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആദ്യം കളിച്ചത്, ഇത് രണ്ടാമത് കളിച്ചത്, ഇത് മൂന്നാമത് കളിച്ചത്. ഇതാണ് കേട്ടോ കൂട്ടത്തിൽ വലുത്, നല്ല വെയിറ്റ് ഉണ്ട്. 5-8 കിലോനുണ്ടാവും. അത് വീഡിയോയിൽ അത്ര കാണുന്നില്ല അത്ര വീഡിയോയില്. അതെ, അതിന്റെ അത്ര വലിയല്ലേ തണ്ടെല്ലാം ഉണ്ടായിനി, വില കോട പോലെ തന്നെ ഉണ്ടായിനി അല്ലേ. പക്ഷെ അതിന് അത്ര പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിട്ടാ. ഈ മൂന്നാമത് കളിച്ചാണ് വലിയ ചേന. നമ്മ നേരത്തെ മുറിച്ച് തിന്ന്. എടാട്ട് ഗോമാങ്ങ ഉണ്ടാവലുണ്ട്, പക്ഷെ ഇപ്പൊ കൊറേ ആയി അതൊന്നും ഇല്ലാതെ. എന്നാന്നമ്മ അറിയില്ല. അപ്പോൾ നമുക്ക് ഈ 2 ചേനപ്പും കൊണ്ട് ഇന്ന് വറവുണ്ടാക്കാം. അപ്പം ഞാൻ അന്ന് വറവുണ്ടാക്കുന്നത്. അമ്മ ചേനയെല്ലാം കഴിച്ചു വന്നിട്ട് അമ്മക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. അമ്മ കാരപ്പത്തിനില്ലേ തേങ്ങയെല്ലാം പൂളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പൊ റെസ്റ്റ് ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല വൃത്തി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളെല്ലാം. അതുകൊണ്ട് ഉണ്ടാ ഇതെല്ലാം ഇങ്ങനെ പൊളിച്ചെടുക്കണം അമ്മ. എല്ലാം കൂട്ടി പിടിച്ചിട്ട് മുറിച്ചത് പൊളിക്കാല എന്തായാലും ഉണ്ടാവില്ല ചേനപ്പൊന്ന്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മ കാണിച്ചിനെ, അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇതാ. അപ്പൊ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളും ഉണ്ടാവല്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് നേർങ്ങനെ അരിഞ്ഞിടാം. കാബേജ് പോലെ ഉണ്ട്, കോളിഫ്ലവർ പോലെ ഉണ്ട്, എന്തോ വെറൈറ്റി തന്നെ ചേനപ്പം. നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മുറിക്കാം. മുറിക്കാട്ടെ, എന്നാലേ വേഗം വെന്ത് കിട്ടൂല. നല്ല രസമല്ലേ കുഞ്ഞ് കാണാൻ? അയ്യോ നല്ല രസമുണ്ടാവും ഇതെല്ലാം കാണാൻ. നല്ല വെറൈറ്റി നല്ലതാ. എന്തോ ഒരു സ്പെഷ്യല് സൂര്യനെ പനിയുണ്ട് അല്ലേ ലോകു? വെറൈറ്റി ആണ് കേട്ടാ ചേനപ്പൂ. ഇതും കൂടി മുറിക്കുക, ഇനി അതും കൂടി മുറിക്കുക, ബാക്കിയുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുത്ത് അടുത്തത് മുറിക്കുന്നുണ്ട്. ഇതൊക്കെറാ അന്ന് നമ്മ മസാലക്കറി വെക്കുമ്പോ എല്ലാം കൂടി കൂട്ടി മുറിച്ചോണ്ട് എങ്ങനെ ഒന്നും തിരിഞ്ഞിട്ട. ഇത് ഞാനിന്ന് ഓരോരോ സെക്ഷനായിട്ട് മുറിച്ചിട്ട് ഇത് നല്ല അമീബേനെ പോലെയുണ്ട്. ഇത് സൂര്യനെ പോലത്തെ ഇവിടെ മുറിച്ചു. ഇത് കോളിഫ്ലവർ കാബേജ് പോലെ ഉണ്ട്. ഇത് ചീര മുറിച്ചിട്ട പോലെ ഉണ്ട്. എല്ലാം വെറൈറ്റി തന്നെ അമ്മ ഇടുന്ന ചമ്മന്തി, മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അമ്മ വൈവിധ്യങ്ങളുടെ കലവറ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്തല്ലോ മോഡലല്ലേ. ചേനേന്റെ പൂവിന്റെ ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം എന്നും മനസ്സിലാവില്ലായിരിക്കും. കാരണം പുറത്തെ പച്ചയില്ലേ, അവർ വിചാരിക്കും ഉള്ളിലും അതുപോലെ ആയിരിക്കും. ഈ മാതിരി കളറുണ്ട് ഇപ്പൊ എനിക്കും കൂടി അങ്ങനെ കാണുമ്പോ ഒരു അത്ഭുതം തന്നെയാണ്. അത് മസാലക്കറിക്ക് ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തോണ്ട് ഇതിന്റെ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റിയിട്ടാന്ന്. അതായിട്ട് കേക്കുകയും ചെയ്യുന്നുണ്ട്, അതായിട്ട് ഇത് വന്ന പിന്നെ കാണുകയും ചെയ്തു.
ഒന്ന് അപ്പൊ ഇന്ന് നമുക്ക് നമ്മ ഇതുവരെ മസാലക്കറി ആക്കിയിട്ട് കഴിച്ചിട്ടു, ഉപ്പേരി ആക്കിയിട്ട് വറവാക്കിയിട്ട് ഇതുവരെ കഴിച്ചിട്ടാ. ഇന്ന് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടാ. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാം. അപ്പൊ അമ്മ ഇടുന്ന നമ്മളെ പുതിയ മിക്സിയിൽ മാങ്ങ ചമ്മന്തി ഇറക്കുന്നുണ്ട്. നല്ല ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട് വണ്ടീനെ പോലെ. ഹലോ, ചേനപ്പോലെ ഇവിടെ നന്നായിട്ട് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. വറവുണ്ടാക്കാൻ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ 3-4 പച്ചമുളക് അരിഞ്ഞതും ഒരു അരക്കഷ്ണം ഉള്ളി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളേതാ ചേനപ്പൂയിലേക്ക് വാരിയിട്ട് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഇത് ഇതാവുമ്പോൾ ചൂടാവുമ്പോൾ താവുമായിരിക്കും. അപ്പം എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ടി വരും അമ്മ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലേ? ഒന്ന് പാറ്റി കൊടുക്കാം വെള്ളം. ഞങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ആക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് ആദ്യം കുറച്ചൊരു 4 ഗ്ലാസ് ഇതന്നെ തേച്ച് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അഥവാ വേവുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലമ്മ? അതിലൊഴിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല രസം ഇങ്ങനെ കാണാൻ. വേവട്ടെ. അപ്പോൾ വറവ് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാറാ. നമുക്ക് ഇതിലേക്ക് ഇതാ തേങ്ങയും വെളുത്തുള്ളിയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോകൂട്ടൻ അവിടെ പോയതോ അമ്മ? ലോകൂട്ടൻ്റെ അഡ്രസ്സ് ഇല്ലല്ലോ. അപ്പോൾ തേങ്ങയെല്ലാം ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വെന്തോ നോക്കാൻ ഒരാൾ വേണമല്ലോ. അമ്മേ വെന്തോ നോക്കാം അമ്മ. ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. എല്ലാം വെവ്വേറെ പീസായതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒരേപോലെയാണെന്നൊന്നും ഇപ്പോൾ അറിയില്ല. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് കിട്ടോ. ഇപ്പം വറുത്തിട്ട് കാണുമ്പോൾ ഒരു കായ് ഉപ്പേരിയെല്ലാം ആക്കിയ പോലെ ഉണ്ട്. നേർങ്ങനെ മുറിച്ചിട്ടിട്ട് കായ് വറുക്കില്ലേ, അതുപോലെ ഉണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ സ്ലോയിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അമ്മ ഒരു കഷ്ണം പപ്പടാ. അത് കുഞ്ഞു മത്തിയൊന്നുമില്ല. അപ്പൊ 2-3 പപ്പടം ഉണ്ടായിരുന്നു. എനിക്ക് പപ്പടം വലിയ ഇഷ്ടമൊന്നുമല്ല. മീനുണ്ടല്ലോ, ഓനും മീൻ തിന്നൂല, അതിനെ വാസന നമുക്കും മീൻ തിന്നൂല. അതുകൊണ്ട് അതിലേക്ക് പപ്പടം പാട്ടീനി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വെച്ചാൽ ഇതാ നമ്മളെ ചേനപ്പൂ വറുത്തിട്ടാകുമ്പോ നല്ല കായ് ഉപ്പേരിയെല്ലാം ആക്കിയവരുണ്ടല്ലോ. കായ് ചെറുങ്ങനെ നമ്മൾ മുറിച്ചിട്ട് വറുക്കില്ലേ. ഇപ്പൊ കാണുമ്പോ ഇതെല്ലാം കൂടി ഒരേ കളർ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ മീൻ പൊരിച്ചതുണ്ട്, മത്തി, പിന്നെ ഇന്നലത്തെ ചക്കയാണ് കേട്ടാ. പിന്നെ ഇതാ മാങ്ങ ചമ്മന്തി ഉണ്ട്. നമ്മളെ വറവ് ഇന്നത്തെ സ്പെഷ്യല്. ചോറ് കഴിക്കട്ടെ. എന്റെ വസന്തമ്മക്ക് ഇഷ്ടപ്പെട്ടു നോക്കിട്ട്. അമ്മ നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട്. രസം ആദ്യം അത് കഴിച്ചു നോക്കി. എന്റെ നല്ല രസമുണ്ട്. അമ്മ നേരത്തെ ചോറിക്കാൻ തുടങ്ങിട്ടാ. അതിന്റെ ഇടക്ക് നമ്മ പപ്പിടെല്ലാം പാട്ടാൻ വേണ്ടിട്ട് ഇരുന്നോണ്ട്. അപ്പൊ നമുക്ക് വേഗം ചോറ് കഴിച്ചിട്ട് കാണാം. ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പൊ ചേനപ്പൂ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മസാലക്കറി വെച്ചിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. അമ്മക്ക് വറവ് നല്ല വറവിന്റെ അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
പക്ഷെ മസാലക്കറി നല്ല ഇഷ്ടമായി നമ്മ. എല്ലാരും പറഞ്ഞത് ചേനപ്പൂ വറുത്താൽ നല്ല രസമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വറുത്തിട്ട് കൂട്ടുന്നത്. അതെ ഞാനും. ഇനി ഇവിടെ ചേനപ്പൂ കണ്ടാലും ഞാൻ വിടൂല. അപ്പൊ ചേനപ്പൂ ഇതുവരെ വറുത്തിട്ട് കഴിക്കാത്തവരൊന്ന് വറുത്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, അടിപൊളി, നല്ല രസമുണ്ട്. എനിക്ക് ചേനപ്പൂന്റെ ഫാനായി ഞാൻ. മസാലക്കറി ആയാലും വറുത്തിട്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ചോറ് കഴിച്ചിട്ട് വരെ. അപ്പൊ നമ്മ ചേനപ്പൂവും ചക്കയും മീനെല്ലാം കൂടിയിട്ട് നമ്മ ചോറ് കഴിക്കുന്നത്. ചോറ് കഴിച്ചിട്ടാകുമ്പോ ഇനിയിപ്പം കാരപ്പത്തിന്റെ പണി തുടങ്ങാനുണ്ട്. 4 മണിക്ക് കൊടുക്കണ്ടേ, 4:30 കൊടുക്കണ്ടാന്ന്. അത് അയക്കാന്ന് നമ്മ ഇതുവരെ പറഞ്ഞിട്ടല്ല, നമ്മളെ സബ്സ്ക്രൈബറിനെ ദുബായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചാന്ന് കേട്ടോ. കട്ട്ല വെപ്പിനാണ്. പിന്നെ നാളത്തേക്ക് പിന്നെ ഒന്ന് നാളെ രാവിലെ ഗൾഫ് പോകുന്നതാണ്. ഇന്ന് വൈകുന്നേരം. അപ്പൊ രണ്ടും ഇന്ന് വൈകുന്നേരം കൊടുക്കണ്ടേന്ന്. അപ്പൊ നമ്മന് മറ്റൊരു വീഡിയോയിലേക്ക് പിന്നെ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണല്ലോ അമ്മേ. അപ്പൊ അമ്മേന്റെ കാലിന് വസന്തമ്മേന്റെ കാലിന് വേദന കുറവുണ്ടോന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിനി. അമ്മക്ക് ഞാൻ കമന്റ്സ് വായിച്ചു കേൾപ്പിച്ചിട്ട് അമ്മക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം മാത്രമായി. ഇങ്ങനെ എന്നെ കുറച്ച് ഒരാള് ചോദിച്ചില്ലേ, സന്തോഷം തന്നെ മോളെ. അങ്ങനെ കാൽ സുഖമായി, നടക്കാൻ തുടങ്ങി. അപ്പുറത്തെ നടന്നിട്ട് പോലും വരലെല്ലാം ഉണ്ട്. അപ്പം പിന്നെ അങ്ങനെ ശരിക്കും വർത്താനം പറയാൻ കിട്ടാണ്ട് നമ്മളെ പോലെ പറയാൻ പറ്റാതെ അവര് ദുബായിലും ബോംബെയിലെല്ലാം ഉണ്ടായിരുന്നു. മലയാളം ഇവിടെ വന്നേ പിന്നെ മലയാളം പഠിച്ചത്. അതുകൊണ്ടാണ് എല്ലാവർക്കും സംശയം ഉണ്ടോ അമ്മ ഇങ്ങനെ തപ്പി തപ്പി പറയുമ്പോ. അതിപ്പോട്ടും പറയുമ്പോ അങ്ങനെ ആരോ ചോദിച്ചില്ല. പ്രത്യേകിച്ച് ബോംബെയിലെല്ലാം ജനിച്ചു വളർന്നാന്ന്. ഗൾഫിലുണ്ടായിരിക്കും. നാട്ടിലെ വന്നിട്ട് ഒരു 10-30 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ, അത്രയായിട്ടും. ഇപ്പൊ ശരിക്കും എല്ലാം പറയുന്നുണ്ട്. നമ്മ പോയ പിന്നെ നമ്മ നല്ല വൃത്തി പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ വന്നു നിലേനെ പോയി പറയും, പോയി നിലേനെ വന്നു പറയും. അപ്പൊ ലോകൂട്ടാ ചേനപ്പൂപ്പേരി എങ്ങനെയുണ്ട്? അതെ ഇഷ്ടായി അല്ലേ? അപ്പൊ വീഡിയോ വെച്ചിട്ട് അതിന്റെ പേ ചെയ്യുന്നേ. അപ്പൊ എല്ലാവർക്കും ചേനപ്പൂ ഇഷ്ടായി. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരമ്മ എല്ലാവരോടും ടാറ്റ പറഞ്ഞേ. ടാറ്റാ.